ഇവിടെ ഒരു കുഞ്ഞിക്കാക്കയുണ്ട് കൂട്ടുകാരെ. അവൻ ഒരു കുഞ്ഞനാണെങ്കിലും വലിയ പക്ഷികൾ ചെയ്യുന്നത് പോലെ ചെയ്യാനാണ് അവന്റെ ആഗ്രഹം. നമ്മൾ കുട്ടികളല്ലേ, വലിയവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താകും? നമ്മുടെ കുഞ്ഞിക്കാക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ദാ കണ്ടോളൂ കൂട്ടുകാരെ. പണ്ട് ഒരു കാട്ടിൽ ഒരു കുഞ്ഞിക്കാക്കയും അമ്മ കാക്കയും ഉണ്ടായിരുന്നു. കുഞ്ഞിക്കാക്കയ്ക്ക് തന്റെ അമ്മയെ പോലെ ഉയർന്നു പറക്കണം, വേറെ പക്ഷികൾ ചെയ്യുന്നത് പോലെ സാഹസികതകളൊക്കെ കാട്ടണം. ഇതൊക്കെയാണ് കുഞ്ഞിക്കാക്കയുടെ മോഹം. പക്ഷേ അമ്മ കാക്ക അവളോട് പറയും, മോളെ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളതാണ്. നീ അതിന് മാത്രമൊന്നും വളർന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാക്കകളല്ലേ, നമുക്ക് മറ്റു മൃഗങ്ങൾ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യുവാൻ കഴിയില്ല. ആദ്യം മോള് മനസ്സിലാക്കണം, നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട്. പക്ഷേ കുറുമ്പയായ ആ കുഞ്ഞിക്കാക്ക അമ്മ പറയുന്നതൊന്നും ചെവി കൊണ്ടില്ല. അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്ക് പറക്കാനൊക്കെ കഴിയും, ഞാൻ ഉയർന്ന് പറക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുഞ്ഞിക്കാക്ക നോക്കുമ്പോ ഒരു പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നു. ആ പരുന്തിന് അസഹനീയമായ വിശപ്പുണ്ട്. ഭക്ഷണത്തിന് വകയൊന്നും കാണുന്നുമില്ല. താഴെ ഒരു പറ്റം മാനുകൾ നിന്നും മെയ്യുന്നു. പരുന്ത് സൂക്ഷിച്ചു നോക്കി. അതിൽ ഒരു കുഞ്ഞു മാൻകുട്ടി പരുന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരുന്ത് മനസ്സിൽ പറഞ്ഞു, ഹായ്, ഇന്ന് കോളായി. പിന്നെ ഒട്ടും താമസിച്ചില്ല, ചിറകടിയേറ്റു. പൊടിപടല ഉയർന്നു. ഒപ്പം പരുന്തിന്റെ കൈകളിൽ മാൻകുട്ടിയെയും കൊണ്ട് ഉയർന്നു പറന്നു. സൗകര്യത്തോടെ അതിനെ ഒരു പാറക്കൂട്ടത്തിന് ലക്ഷ്യം വെച്ച് പരുന്ത് പറന്നുപോയി. മരക്കൊമ്പിൽ ഇരുന്ന് കുഞ്ഞിക്കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കാക്ക ഓർത്തു, തനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാൻകുട്ടിയെ റാഞ്ചി എടുത്തുകൂടാ എന്നവൾ ചിന്തിച്ചു. ആ കുഞ്ഞിക്കാക്ക ഒരു നിമിഷം തന്റെ അമ്മ പറഞ്ഞതെല്ലാം മറന്നു. കുഞ്ഞിക്കാക്ക പറന്നു ചെന്ന് ഒരു കുഞ്ഞു മാനിന്റെ പുറത്ത് പിടികൂടി. അതിനെ എടുത്തുകൊണ്ട് പറക്കാനുള്ള ശ്രമമായി. തങ്ങളുടെ ഒരു കുട്ടിയെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയതിന്റെ ദുഃഖത്തിലും ദേഷ്യത്തിലുമായിരുന്നു ആ മാൻകൂട്ടം. അപ്പോഴാണ് അതാ വേറെ ഒരു കുഞ്ഞിക്കാക്ക തങ്ങളുടെ വേറെ ഒരു കുഞ്ഞിനെ റാഞ്ചാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന അച്ഛൻ മാൻ കുഞ്ഞിക്കാക്കയെ അടിച്ചു താഴെയിട്ടു. വീണ്ടും
ഒരടി കൊടുക്കുവാൻ തുടങ്ങിയപ്പോ അമ്മ മാൻ തടഞ്ഞു. ഇതൊരു പാവം കുഞ്ഞിക്കാക്കയല്ലേ, അവളെ അങ്ങ് വിട്ടേക്ക്, പറന്നു പൊയ്ക്കോട്ടെ. അപ്പോ കാക്ക റാഞ്ചാൻ നോക്കിയ ആ കുഞ്ഞു മാൻ പറഞ്ഞു, അതെ അച്ഛാ, ഇതൊരു പാവം കുഞ്ഞിക്കാക്കയാണ്, ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം കണ്ട് പേടിച്ച് കുഞ്ഞിക്കാക്ക കിടന്നു കരയുവാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് മാനുകളുടെ ഉടമസ്ഥൻ അവിടെ എത്തി. അയാൾ അവിടെ കിടന്ന് കരയുന്ന കാക്ക കുഞ്ഞിനെ കണ്ടു. അയാൾ കണ്ടതും മാനുകൾ അവിടെ നിന്നും ഓടി മാറി. അയാൾ നോക്കിയപ്പോൾ അതാ കിടക്കുന്നു ഒരു കാക്കക്കുഞ്ഞ്. അയാൾ അതിനെ തന്റെ കൈകളിൽ എടുത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾ ആ കാക്കക്കുഞ്ഞിനെ തന്റെ കുട്ടികൾക്ക് കളിപ്പാട്ടമായി കൊടുത്തു. അപ്പോഴും തന്റെ മകളെ കാണാതെ ആ പാവം അമ്മക്കാക്ക ആ കാട്ടിലൂടെ അന്വേഷിച്ചു നടന്നു. പാവം കുഞ്ഞിക്കാക്ക. അല്ല കൂട്ടുകാരെ, കൂട്ടുകാർ ഒരിക്കലും ഇങ്ങനെ അമ്മ പറയുന്നത് കേൾക്കാതെ ഒന്നും ചെയ്യരുത് കേട്ടോ. എന്നാൽ കുഞ്ഞിക്കാക്കയ്ക്ക് പറ്റിയ പോലെ നമ്മളും വല്ല അപകടത്തിലും ചെന്ന് ചാടും. അതുകൊണ്ട് നമ്മൾ അനുസരണാശീലമുള്ളവരായിരിക്കണം കേട്ടോ.